സഞ്ജു സാംസൺ പരാജയപ്പെടുന്നത് അദ്ദേഹത്തിന്റെ മാത്രം കുറ്റമാണോ, അതോ കൂടെയുള്ള ഓപ്പണിംഗ് പാർട്ണർ അഭിഷേക് ശർമ്മ സഞ്ജുവിനെ ചതിക്കുകയാണോ? കണക്കുകൾ പറയുന്നത് കേട്ടാൽ നിങ്ങൾ ഞെട്ടും. നമസ്കാരം, ഫാസ്റ്റ് ക്രിക്കറ്റ് വാർത്തയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇന്ത്യയുടെ T20 ലോകകപ്പ് സ്ക്വാഡിന്റെ ഭാഗമായതിനു ശേഷം മലയാളികളുടെ പ്രിയതാരം സഞ്ജു സാംസണിന് കണ്ടകശനിയാണ്. ലോകകപ്പ് തയ്യാറെടുപ്പിന്റെ ഭാഗമായി ന്യൂസിലാൻഡുമായുള്ള T20 പരമ്പരയിൽ കളിക്കവെ അദ്ദേഹത്തിന് തൊട്ടതെല്ലാം പിഴയ്ക്കുകയാണ്. ഇതിനകം കളിച്ച 3 ഇന്നിംഗ്സുകളിലും സഞ്ജു ഫ്ലോപ്പായി മാറിക്കഴിഞ്ഞു. ടീമിലെ ഓപ്പണിംഗ് സ്ഥാനം ഭദ്രമാക്കാൻ ലഭിച്ച സുവർണാവസരമാണ് താരം ഓരോന്നായി കളഞ്ഞുകുളിക്കുന്നത്. 10, 6, 0 എന്നിങ്ങനെയാണ് താരത്തിന്റെ സ്കോറുകൾ. ഇതോടെ ലോകകപ്പ് പ്ലേയിംഗ് 11-ൽ അദ്ദേഹത്തിന്റെ സ്ഥാനവും സംശയത്തിലായിട്ടുണ്ട്. യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് സഞ്ജു ബാറ്റിംഗിൽ ഈ തരത്തിൽ പതറുന്നത്? ഓപ്പണിംഗ് പങ്കാളിയും ലോക 1-ാം നമ്പർ താരവുമായ അഭിഷേക് ശർമ്മയ്ക്കും ഇതിലൊരു പങ്കുണ്ടെന്ന് കാണാം. ഇന്ത്യയ്ക്കുവേണ്ടി T20-ൽ സഞ്ജു സാംസൺ, മുൻ വൈസ് ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ എന്നിവർക്കൊപ്പം ഓപ്പണിംഗിലിറങ്ങുമ്പോൾ അഭിഷേക് ശർമ്മ 2 വ്യത്യസ്ത സമീപനങ്ങളാണ് സ്വീകരിക്കാറുള്ളതെന്ന് കാണാം. അതായത്, നാട്ടുകാരനും ബാല്യകാല സുഹൃത്തുമായ ഗില്ലാണ് ഓപ്പണിംഗ് പങ്കാളിയെങ്കിൽ അഭിഷേക് എല്ലായ്പ്പോഴും ഇന്ത്യൻ ഇന്നിംഗ്സിൽ ആദ്യം സ്ട്രൈക്ക് നേരിടാറുണ്ട്. കഴിഞ്ഞ വർഷം ഈ വേദിയായ ഏഷ്യാ കപ്പ് മുതൽ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെയുള്ള ഏറ്റവും അവസാനത്തെ T20 പരമ്പര വരെ നോക്കിയാൽ ഇക്കാര്യം വ്യക്തമാവും. എല്ലായ്പ്പോഴും ആദ്യ ബോൾ നേരിട്ടത് അഭിഷേകാണ്. രണ്ടാമതായി മാത്രമേ ഗിൽ എത്താറുള്ളൂ. അഭിഷേക് തുടക്കത്തിൽ തന്നെ ആഞ്ഞടിച്ച് അതിവേഗം സ്കോർ ചെയ്യുന്നതിനാൽ അല്പം വൈകിക്കാര്യമായി സമ്മർദ്ദമില്ലാതെ ഗില്ലിന് കളിക്കാനും സാധിക്കുന്നു. പിച്ചുമായി പൊരുത്തപ്പെടാനും ബൌളറുടെ പ്ലാനുകളെക്കുറിച്ച് മനസ്സിലാക്കാനും സാധിക്കുന്നത് അദ്ദേഹത്തെ സഹായിക്കാറുമുണ്ട്. പക്ഷെ സഞ്ജുവിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ അഭിഷേകിന്റെ സമീപനം മറ്റൊന്നാണ്. സഞ്ജു ഓപ്പണിംഗ് പങ്കാളിയായുള്ളപ്പോൾ അദ്ദേഹം ഒരിക്കലും ആദ്യം സ്ട്രൈക്ക് നേരിടാൻ തയ്യാറാവാറില്ല. പകരം മലയാളി താരത്തിന് ആദ്യം സ്ട്രൈക്ക് നൽകിയ ശേഷമാണ് അഭിഷേക് സ്ട്രൈക്ക് നേരിടുന്നത്. ഗില്ലിനെയും സഞ്ജുവിനെയും താരതമ്യം ചെയ്താൽ രണ്ടുപേരും വലങ്കയ്യൻ ബാറ്റർമാരാണ്. അഭിഷേകിനെ പോലെ ഇന്നിംഗ്സിലെ ആദ്യ ബോളിൽ തന്നെ 6-ഓ 4-ഓ അടിച്ചുകൊണ്ട് തുടങ്ങുന്നയാളല്ല സഞ്ജു. അല്പം പതിഞ്ഞ താളത്തിൽ തുടങ്ങി അതിനുശേഷം അഗ്രസീവാകുകയെന്നതാണ് അദ്ദേഹത്തിന്റെ ശൈലി. ഈ ശൈലിയിൽ കളിക്കുമ്പോഴാണ് സഞ്ജുവിനെ ഏറ്റവും മികച്ച പ്രകടനം നടത്താനും സാധിക്കാറുള്ളത്. സഞ്ജുവിനെ പോലെ തന്നെ ശ്രദ്ധയോടെ തുടങ്ങുന്ന ശൈലി തന്നെയാണ് ഗില്ലിനുള്ളത്. അതിനാൽ അഭിഷേക് ആദ്യം സ്ട്രൈക്കെടുത്ത് ടീമിന് സ്ഫോടനാത്മക തുടക്കങ്ങൾ നൽകുമ്പോൾ ഗില്ലിന് സമ്മർദ്ദമില്ലാതെ സ്വതസിദ്ധമായ ശൈലിയിൽ കളിക്കാനും സാധിക്കുന്നു. പക്ഷേ അഭിഷേകിൽ നിന്നും സഞ്ജുവിന് ഈ തരത്തിൽ പിന്തുണയോ സഹായമോ ലഭിക്കുന്നില്ല. അഭിഷേക് നിർഭയനായി ആദ്യ ബോൾ മുതൽ ആഞ്ഞടിക്കാൻ ഇഷ്ടപ്പെടുന്നയാളാണ്. ആ ഉത്തരവാദിത്തം അഭിഷേക് ഏറ്റെടുക്കാത്തത് സഞ്ജുവിനെ സമ്മർദ്ദത്തിലാക്കുന്നുണ്ട്. അദ്ദേഹത്തെ കൂടുതൽ സഹായിക്കുകയും ചെയ്യും. എന്നിട്ടും എന്തുകൊണ്ടാണ് സഞ്ജു ഓപ്പണറാവുമ്പോൾ മാത്രം അഭിഷേക് അതിന് തയ്യാറാവുന്നില്ലെന്നതാണ് ചോദ്യം. അഭിഷേക് ആദ്യം സ്ട്രൈക്ക് നേരിട്ടാൽ അത് സഞ്ജുവിന്റെ സമ്മർദ്ദം കുറയ്ക്കാനും അല്പം സമയമെടുത്ത് ബാറ്റിംഗിലെ ഗിയർ മാറ്റാനും സഹായിക്കും. എന്നിട്ടും ഇന്ത്യൻ കോച്ച് ഗൗതം ഗംഭീർ ഇക്കാര്യത്തിൽ ഇടപെടുകയോ ഉപദേശം നൽകുകയോ ചെയ്യുന്നില്ലെന്നതാണ് വിചിത്രമായ കാര്യം. വരും മത്സരങ്ങളിൽ ഇങ്ങനെയൊരു മാറ്റം വരുത്തിയാൽ അത് സഞ്ജുവിനെ ഫോം വീണ്ടെടുക്കാനും സഹായിച്ചേക്കും. അഭിഷേക് ശർമ്മ ആദ്യം സ്ട്രൈക്ക് എടുക്കാത്തതാണോ സഞ്ജുവിന്റെ പരാജയത്തിന് കാരണം? ഇക്കാര്യത്തിൽ ഗൗതം ഗംഭീർ ഇടപെടണമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. കൂടുതൽ ക്രിക്കറ്റ് വിശേഷങ്ങൾക്കായി ഫാസ്റ്റ് ക്രിക്കറ്റ് ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.